അല്ലേ? പുട്ടാണ് ഇഷ്ടം? എനിക്ക് പൊതുവെ പുട്ടിനോടാണ് ഇഷ്ടം. പുട്ടാ ഇഷ്ടം അല്ലേ? പുട്ടിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണ്? പുട്ടിന് ശരിക്കും ഒന്നുകിൽ ചെറുപയറാവണം അല്ലെ കടലയാവണം. ചെറുപയറുണ്ട് കേട്ടോ, മനസ്സറിഞ്ഞ് ചെറുപയർ വെച്ചു. ഈ പുട്ടിന്റെ കൂടെ ബീഫാക്കി എങ്ങനെ ഉണ്ടാവും? ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ബീഫ് കഴിക്കില്ല? ഞാൻ കഴിക്കാറില്ല. ഉള്ളി കൂട്ടിയൊന്നും കഴിക്കില്ല? ഞാൻ ബീഫ് കഴിക്കാറില്ലെന്നേ ഉള്ളൂ. ബീഫ് കഴിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു വിരോധമില്ല, കഴിക്കാൻ പാടില്ല എന്നുള്ള ഏർപ്പാടൊരിക്കില്ല. ബീഫ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബീഫ് കഴിക്കാം. ഈ BJP-ക്കാർ പൊതുവെ ബീഫ് കഴിക്കില്ല എന്ന് പറയുന്നത് അങ്ങനൊന്നുമില്ല, ബീഫ് ഇഷ്ടമുള്ള ആൾക്കാർ കഴിക്കുമല്ലോ. ആ പിന്നെന്താ BJP-ക്കാരായതുകൊണ്ട് അവരാരും ബീഫ് കഴിക്കാറില്ല, കഴിക്കാൻ പാടില്ല എന്നൊരു സാധനമുണ്ട്. ബീഫ് മലയാളികൾ കഴിക്കുന്ന ഒരു വിഭവമാണ്. ഭക്ഷണം എന്നൊക്കെ പറയുന്ന ഓരോ സ്ഥലത്തിൻ്റെ ഇതാണ്. കേരളത്തിൽ പൊതുവെ എല്ലാവരും ബീഫ് കഴിക്കാറുണ്ട്. അപ്പോൾ കഴിക്കുന്ന BJP-ക്കാരുണ്ടാവും, ഇഷ്ടമില്ലാത്ത BJP-ക്കാർക്ക് ബീഫ് കഴിക്കാം. ഭക്ഷണം എന്ന് പറയുന്ന അവനവൻ്റെ താല്പര്യമാണ്. ഭക്ഷണം ഓരോരുത്തരെയും വ്യക്തിപരമായ ഇഷ്ടമാണ്. എന്താണോ അവർക്ക് താല്പര്യം അത് കഴിക്കാം. പിന്നെ ഒരു പ്രശ്നം, ബീഫ് എന്ന് പറയുന്ന പശുവല്ല, അത് തെറ്റിദ്ധാരണ കൊണ്ടാണ്. അതെ, അതുകൊണ്ട് അതിന് യാതൊരു പ്രശ്നമില്ല. സംഘടനാപരമായിട്ടൊരു അനുമതി കേട്ടോ BJP-ക്കാർക്കുള്ള. അതിന് BJP ഒരിക്കലും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവരോടും പറയില്ല, ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല നമ്മളെ എതിർ പാർട്ടിക്കാർ പറയുന്നത്. അത് BJP കുറിച്ച് പറയുന്ന പലതും ശരിയല്ലല്ലോ. ഭക്ഷണം ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യം അനുസരിച്ച് കഴിക്കാം. ഇപ്പം നോർത്ത് ഈസ്റ്റിലുള്ള ഭക്ഷണം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായ നോണാണ്. നോണ് മാത്രമല്ല, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നോണാണ് അവർ കഴിക്കുക. എന്ന് വെച്ചിട്ട് അത് നമുക്ക് കേരളത്തിൽ കഴിക്കാൻ പറ്റും ഇല്ലല്ലോ. ഓരോ സ്ഥലത്തിൻ്റെ അഭിരുചികളുണ്ട്, ഓരോ വ്യക്തിയുടെ അഭിരുചിയുണ്ട്, അതനുസരിച്ചാണ് ഭക്ഷണം. നമ്മൾ ഈ വോട്ട് കഴിക്കാൻ പോകുമ്പോൾ ആൾക്കാർ അതൊക്കെ ചോദിക്കുമോ നിങ്ങൾ ബീഫിനെതിരല്ലേ? ഒരാളും ചോദിക്കാറില്ല. കാരണം ആൾക്കാർക്ക് അറിയാം ഇതൊക്കെ വെറുതെ ഒരു പ്രചരണം മാത്രമാണ്. നമ്മൾ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവരുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവർ പറയാൻ. അവർക്ക് റേഷൻ കിട്ടുന്നില്ല, അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല, അവിടെ പരാതി ആരും പറഞ്ഞിട്ടില്ല. വെള്ളം കിട്ടാത്തതിനെ കുറിച്ചുണ്ട്, വെള്ളം കിട്ടാത്തതിനെ കുറിച്ച്, പെൻഷൻ കിട്ടാത്തതിനെ കുറിച്ച്, റേഷൻ കടയിൽ പോയിട്ട് ഇവരുടെ സാങ്കേതിക പ്രശ്നം കൊണ്ട് അരി കിട്ടാത്തതിനെ കുറിച്ച്, ഇതൊക്കെ പരാതിയുണ്ട്. അല്ലാതെ കഴിക്കാൻ ബീഫ് കിട്ടുന്നില്ല എന്നുള്ള പരാതി എന്നോട് ഇവരാരും പറഞ്ഞിട്ടില്ല. ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട സാധനം തന്നെയാണ്. ഭക്ഷണം ആൾക്കാർക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ഒരാൾക്ക് എന്താണോ ഇഷ്ടം അത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്.